ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാചിത്രം 75 കോടി ക്ലബിലേക്ക് എത്തി. 25 ദിവസങ്ങൾ കൊണ്ടാണ് സിനിമ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലിയുടെ കരിയറിലെ രണ്ടാമത്തെ 50 കോടി നേട്ടമാണ് രേഖാചിത്രം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആസിഫ് അലിയുടെ ആദ്യ 100 കോടിയാകുമോ രേഖാചിത്രമെന്നും ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈ, ബംഗളൂർ പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് രേഖാചിത്രത്തിന് ലഭിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലും ചിത്രത്തിന് പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറെ ലഭിക്കുന്നുണ്ട്. കാവ്യ ഫിലിം കമ്പനി, ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു പിടി നല്ല സിനിമകൾ നിർമ്മിച്ച് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് കാവ്യ ഫിലിം കമ്പനി. 2018 മാളികപ്പുറത്തിന്റെയും വൻ വിജയത്തിനു ശേഷം കാവ്യ ഫിലിം കമ്പനി, ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളി നിർമ്മിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ, രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ ഒരുക്കിയത്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ മറ്റൊരു വിജയഘടകം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാന മികവും അപ്പു പ്രഭാകരന്റെ ഛായാഗ്രഹണവും മുജീബ് മസ്ജിദിന്റെ സംഗീതവും പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഭാമ അരുൺ, സിദ്ദിഖ്, ജഗദീഷ്, സായ്കുമാർ, ശ്രീകാന്ത് മുരളി, ഉണ്ണി ലാലു, നിഷാന്ത് സാഗർ, പ്രേം പ്രകാശ്, സുധി കോപ്പ, നന്ദു, വിജയ് മേനോൻ, ഷാജു ശ്രീധർ, മേഘ തോമസ്, സെറിൻ ഷിഹാബ്, സലീമ, പ്രിയങ്ക നായർ, പൗളി വിൻസെന്റ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.